ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ പറയാനുള്ളത് വെച്ചാൽ യമനിൽ നടന്ന വിഷയത്തിൽ UAEക്ക് അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു എങ്കിലും സൗദി അറേബ്യയും UAEയും തമ്മിൽ ഈ ഒരു വിഷയം ഉള്ളിൽ ഇച്ചിരി പ്രശ്നമായിട്ട് തന്നെയാണ് തുടരുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ഇൻറ്റർണൽ ഇഷ്യൂ, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് മാനസികമായിട്ട് തന്നെ രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പിന്നീട് ഈ രണ്ട് രാജ്യങ്ങൾക്കുമുള്ള റിലേഷൻഷിപ്പിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാരണം അൾജീരിയയിൽ നിന്നും സൗദി അറേബ്യയുടെ ട്രൂപ്പിനെ പുറത്തു പോകണം എന്നുള്ള ഒരു നിയമം കൂടി ഇപ്പം അൾജീരിയ പാസ്സാക്കിയിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അൾജീരിയക്കുള്ളിലും UAEയുടെ നല്ല രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. ഈ മെസനറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമിനെയാണ് UAE സപ്പോർട്ട് ചെയ്ത് അവിടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അത് ഈ സാഹേൽ റീജിയനിൽ മൊത്തത്തിൽ UAEയുടെ നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും അൾജീരിയയിൽ നിന്നും ഈ മേസനറി ഗ്രൂപ്പിനെ പുറത്തു പോകണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ശരിക്കും ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടം ഈ രീതിയിൽ ഇറാൻ്റെ മേളിൽ സമ്മർദ്ദമിടുകയും ഇറാനെ ആക്രമിക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണികളൊക്കെ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരുന്നാൽ ഞങ്ങളൊരു പക്ഷേ പ്രിയംറ്റീവ് സ്ട്രൈക്ക് നടത്തേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി ഇറാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിൽ വീർപ്പ് മുട്ടിയിട്ടാണ് ശരിക്കും ഇറാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവരെ അമേരിക്കക്കെതിരെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞാൽ അമേരിക്കക്കെതിരെ ആക്രമണം നടത്തില്ല, ഇവർ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്ക ഡയറക്റ്റ് ആയിട്ടുള്ള ത്രെട്ടാണ് കൊടുത്തത്. ആർക്കെന്ന് വെച്ചാൽ ഖമനേയിക്ക്. ആരാണ് പറഞ്ഞത്? അമേരിക്കയിൽ നിന്നും ലിൻസി ഗ്രഹാം ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ തൊലച്ച് കൈ കൊടുത്തിട്ടേ പോവുള്ളൂ, അതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലിൻസി ഗ്രഹാം പറഞ്ഞത് വേറെ ഒന്നുമില്ല, അതായത് ഈ പ്രതിഷേധം നടത്തുന്ന പ്രതിഷേധക്കാർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഇറാനിയൻ ഭരണകൂടം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു എങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആയത്തുള്ള ഖമനേയെ തന്നെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളതാണ് ലിൻസി ഗ്രഹാമിന്റെ വെല്ലുവിളി. ആ വെല്ലുവിളിക്കുള്ള മറുപടിയാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സിറിയയും ഇസ്രായേലും തമ്മിൽ മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ, പാരീസിൽ വെച്ചാണ് ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട്. ആ ധാരണ വേറെ ഒന്നുമല്ല, ജോയിന്റ് ആയിട്ട് പ്രവർത്തിക്കാം, പ്രത്യേകിച്ച് ഈ ഒരു ഡിസ്പ്യൂട്ടഡ് മേഖലയിൽ ജോയിന്റ് ആയിട്ട് പ്രവർത്തിക്കാം എന്നുള്ളതാണ് രണ്ടുപേരുടെയും ധാരണ. പക്ഷേ ഇത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇവർ രണ്ടും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ഇനി കണ്ടറിയണം. കാരണം സിറിയയ്ക്കുള്ളിൽ ഒരു വിഭാഗം ആൾക്കാർ, ശരിക്കും പറഞ്ഞാൽ ഈ അബു മുഹമ്മദ് ജലാനിയുടെ കൂടെയുള്ള HTSന്റെ കൂടെയുള്ള കുറച്ച് ടീമുകൾ, അവർ ശരിക്കും പറഞ്ഞാൽ തീവ്ര ഐസിസ് നിലപാടുള്ള ആൾക്കാരാണ്. അവർക്ക് ഇതിനോട് യോജിപ്പില്ല. ഇനിയിപ്പോൾ ഇവരെ സമാധാനപ്പെടുത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ശരിക്കും സിറിയയുടെ അബു മുഹമ്മദ് ജലാനിയുടെ ചുമതലയാണ്. ചൈന പുതിയൊരു പ്രഖ്യാപനം, ജപ്പാന് ഡ്യുവൽ യൂസേജ് പർപ്പസിനുള്ള ഗുഡ്സ് അയക്കുന്നതിൽ ഒരു ബാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്, സാങ്ഷൻ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ജപ്പാൻ ഇപ്പോൾ ഈ ഇടയായിട്ട്, അതായത് ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി സനെ തക്കേഷി അവരെടുത്ത നിലപാട്, എന്ത് നിലപാടെന്ന് പറഞ്ഞാൽ തായ്വാനെ അനുകൂലിച്ച് അവരെടുത്ത നിലപാട്, വൺ ചൈന പോളിസി അക്സെപ്റ്റ് ചെയ്യാതെ തായ്വാൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തതിനെ തുടർന്നാണ് ജപ്പാനിലേക്ക് ഡ്യുവൽ പർപ്പസിനുള്ള ഐറ്റംസ്, സ്പെയർ പാർട്സുകളൊന്നും തന്നെ അയക്കില്ല എന്നുള്ള തീരുമാനം ഇപ്പം ചൈന എടുത്തിരിക്കുന്നത്. ഇറാൻ ഈ ഒരു കലാപാന്തരീക്ഷത്തിൽ ശരിക്കും അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മൊസാദ് ഏജന്റുകളെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള കുറേ ആൾക്കാരെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് അവർ മൊസാദ് ഏജന്റ് ആണെന്നുള്ള കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇറാൻ ആരോപിക്കുന്നത് ഇവർ മൊസാദ് ഏജന്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇറാന്റെ ഉള്ളിൽ തകൃതിയായിട്ട് നീക്കങ്ങൾ നടക്കുകയാണ്. ഈ പ്രതിഷേധത്തിനെ, ഈ യുവാക്കളുടെ പ്രതിഷേധത്തിനെ, എക്കണോമിക് ക്രൈസിസ് കൊണ്ടുണ്ടായ പ്രതിഷേധത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിന് വേറൊരു പ്രതിച്ഛായ കൊടുക്കാൻ വേണ്ടിയിട്ട് IRGC ഭരണകൂടം കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അവർ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഓപ്പണായിട്ട് തന്നെ ഇറാന്റെ ഉള്ളിൽ പറയുകയാണ്, ഇസ്രായേലിന്റെ ബാക്കപ്പോട് കൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്നത് എന്നുള്ള നിലപാടാണ് ഇറാനുള്ളത്. പക്ഷെ അതേസമയം ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പെസസ്കിയാൻ പറയുന്നത് തേർഡ് പാർട്ടീസിനെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല, തെറ്റുകളെല്ലാം തന്നെ നമ്മുടെ ഭാഗത്തുള്ളതാണ്. അതായത് അവിടുത്തെ കറപ്ഷൻ, അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലുള്ള അപാകതകൾ, ഇതെല്ലാം തന്നെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ പ്രതിഷേധം ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള നിലപാടാണ് പെസസ്കിയാനുള്ളത്. കാരണം പെസസ്കിയാൻ ശരിക്കും പറഞ്ഞാൽ ഈ യുവാക്കളുടെ പിന്തുണയോടുകൂടി പ്രസിഡന്റായ നേതാവാണ്, വോട്ട് വാങ്ങിച്ച് പ്രസിഡന്റായ നേതാവാണ് പെസസ്കിയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെസസ്കിയാൻ ഈ നിലപാട് എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് റേസ പേലവി ഫോറിനിൽ ഇരുന്നുകൊണ്ട് പറയാണ്, ഞാൻ ഇറാന്റെ ഉള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, റേസ പേലവി ഇപ്പോഴൊന്നും അവിടെ ഇറങ്ങി ചെല്ലരുത്, ചെന്ന് കഴിഞ്ഞാൽ അവന്മാരെടുത്തിട്ട് അങ്ങ് പൂട്ടും, ഇല്ലെങ്കിൽ തൂക്കിക്കൊല്ലും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മിണ്ടാതെ ഒരു മൂലയിൽ അങ്ങ് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതായിരിക്കും നല്ലത്.
ഇവിടെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയി വരുന്നത് വരെ, റസാ പഹ്ലവിക്ക് അനുകൂലമായി മാറിത്തീരുന്നത് വരെ, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് വരെ അയാൾ മാറി നിൽക്കുന്നതായിരിക്കും അയാൾക്ക് നല്ലത്. അല്ല ഞാൻ ഷാ ഭരണകൂടമാണ്, ജാവീദ് ഷാ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇറാനിലേക്ക് ഇപ്പം തന്നെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയ പാട് തന്നെ വീഴും. ഇറാന്റെ ഉള്ളിൽ കാല് കുത്തുമ്പോഴേ അടിച്ച് വീഴ്ത്തും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കണം. അപ്പം അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വെളിയിലിരുന്ന് ആക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ സാഹചര്യത്തിൽ. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെക്കുറിച്ച് ഒരു വിഷയം പരാമർശിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, ശരിക്കും ട്രംപുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ച സമയത്ത് പ്രൈം മിനിസ്റ്റർ മോദി ഓർമ്മപ്പെടുത്തിയത്രേ 68 അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സിന് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് കുറേ കാലമായി, ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നീക്കുപോക്കുകളും നടന്നിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ലാഗ് ചെയ്ത് ഇന്ത്യക്കുള്ള ഓർഡറുകൾ ഡിലേ ചെയ്യുന്നതായിട്ടുള്ള ഒരു കൺസേൺ PM മോദി രേഖപ്പെടുത്തിയതായിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് അപ്പാഷെ ഹെലികോപ്റ്ററിൽ മാത്രമല്ല, ഇന്ത്യക്കുള്ള എല്ലാ കാര്യങ്ങളും ഡിലേ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ നയം. ജി എഞ്ചിൻ തന്നെ എത്ര കാലം കൊണ്ട് നമ്മൾ അതിൻ്റെ പുറകിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ തേജാസ് ഫൈറ്റർ ജെറ്റിൻ്റെ ആ ഒരു വിഷയം ഇച്ചിരി മാറ്റി വെച്ചിട്ട് നമ്മൾ AMC ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് സാഹചര്യം. കാരണം വേറെ ഒന്നുമില്ല, അമേരിക്ക ഇന്ത്യയെ ഭയക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ത്യയുടെ വളർച്ചയാണ് അമേരിക്ക ഭയക്കുന്നത്. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ശരിക്കും അമേരിക്ക ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. അതായത് ചൈന ഏത് രൂപത്തിൽ വളർന്ന് പന്തലിച്ച് അമേരിക്കക്കെതിരെ നിലപാടെടുത്ത് നിൽക്കുന്നോ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ത്യ വരാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ അമേരിക്കയ്ക്ക് നല്ല കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യയുമായിട്ട് പെരുമാറുന്നത്. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റാണ്, ആഗോളതലത്തിൽ നല്ലൊരു മാർക്കറ്റാണ്. അപ്പൊ ഈ മാർക്കറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇന്ത്യയുമായിട്ട് പല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. മറ്റൊരു സൈഡിൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഒരു ഗ്ലോബൽ പവർ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം ഇന്ത്യ. അപ്പോൾ ആ ഇന്ത്യയെ കൂടെ നിർത്തണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിലുപരിയായിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൊണ്ട് ഒരു നേട്ടമില്ല. ഇത് തന്നെയാണ് അവരുടെ സ്ട്രാറ്റജി. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ കൃത്യമായിട്ട് ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റുമോ, ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിനെ ഏതൊക്കെ തരത്തിൽ പിന്നോട്ട് വലിച്ചിടാൻ പറ്റുമോ ആ ശ്രമങ്ങളെല്ലാം തന്നെ അമേരിക്ക ചെയ്യും. അത് ട്രംപ് അല്ല, അമേരിക്കയിൽ ആര് വന്ന് നിന്നാലും ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇന്ത്യക്കുള്ള ഓർഡറുകൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ചൂണ്ടിക്കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഡിഫൻസ് മേഖലയിൽ ശക്തമായ കോപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് ആഗോളതലത്തിൽ ധരിപ്പിക്കാൻ. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഇന്ത്യ എന്നെ ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബ്ലണ്ടർ ഡയലോഗുകളൊക്കെ അടിച്ചത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കവറപ്പ് ചെയ്തു പോകാനും ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനും വേണ്ടി മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ വിഷയം എടുത്ത് ട്രംപ് സംസാരിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യൻ നേവി ഏതാണ്ട് 19 വാർഷിപ്പുകൾ കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തകൃതിയായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 19 വാർഷിപ്പുകളുടെ പ്രോജക്റ്റ് ഇപ്പം ഓൺ ഗോയിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ 2026 തന്നെ എല്ലാം കമ്മീഷൻ ചെയ്യും. ആ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഞാൻ പണ്ട് ഓരോ 40 ദിവസം കൂടുമ്പോഴും നമ്മളൊരു വാർഷിപ്പ് കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പലരും അതിൻ്റെ താഴെ വന്നിട്ട് നെഗറ്റീവായിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഓൺ ഗോയിങ്ങിൽ ഇന്ത്യക്കുള്ളിൽ പല പോർട്ടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് അന്ന് പറഞ്ഞത് എവറി 40 days നമ്മൾ ഒരു വാർഷിപ്പ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വർഷം മാത്രം നമ്മൾ 19 എണ്ണം കമ്മീഷൻ ചെയ്യും. ISRO 2026 ആദ്യത്തെ ലോഞ്ച് 12-ാം തീയതി, ജനുവരി 12-ാം തീയതി ആദ്യത്തെ ലോഞ്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. രാവിലെ 10:17 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ ഒരു വിക്ഷേപണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ PSLV C62 എന്ന് പറഞ്ഞ വെഹിക്കിളിലാണ് ലോഞ്ചിങ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പേലോഡ് EOS N1 അഡ്വാൻസ്ഡ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്, ഇതാണ് ഇന്ത്യ അയക്കുന്നത്. ഓപ്പറേഷൻ സ്കൂപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന പറഞ്ഞാൽ ഹൈ റെസൊല്യൂഷൻ ഇമേജ് എർത്ത് ഒബ്സർവേറ്ററിയാണ് ഇതിനകത്ത് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഡിഫൻസ് പർപ്പസിനും കൂടി നമ്മൾ ഉപയോഗിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ജനുവരി 12-ാം തീയതി തിങ്കളാഴ്ച 10:17 സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ നിന്നും നമ്മളിത് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് വെനിസുലയുടെ വിഷയത്തിൽ കൺസേൺഡ് ആണ്. പക്ഷെ അതേസമയം ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് വെൽ വിഷ് എന്നുള്ള നിലയിലുള്ള ഒരു നോട്ടാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2 തരത്തിൽ ഇതിനെ നമുക്ക് നോക്കിക്കാണാം. ഒന്ന്, അമേരിക്കയ്ക്കെതിരെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ട, പ്രത്യേകിച്ചും വെനിസുലയുടെ വിഷയത്തിൽ. നമ്മൾ 3% അവിടെ നിന്ന് ഓയിൽ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടം അവിടെ സംഭവിക്കില്ല. നമ്മളുടെ ഒരു $1 ബില്യൺ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. വെനിസുല നമുക്ക് ഇങ്ങോട്ട് പേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പം നിലവിലെ സർക്കാരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ
J-17 ഫൈറ്റർ ജെറ്റ് ബംഗ്ലാദേശിന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡീല് ആ ചർച്ചകൾ മുന്നോട്ട് നയിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൈസ് ഡീലിങ്ങിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. പാകിസ്ഥാൻ്റെ എയർ ചീഫ് മാർഷൽ സഹീറാണ് ഈ ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തത്. ലക്സംബർഗിൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഫോറിൻ മിനിസ്റ്ററുമായിട്ടുള്ള സേവിയർ ബെറ്റൽ പുള്ളിക്കാരൻ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം ലക്സംബർഗും ഇന്ത്യയും തമ്മിൽ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. രണ്ടുപേരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ, അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് ലക്സംബർഗിനാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണ് ഇന്ത്യ ലക്സംബർഗ് മീറ്റിംഗ് തുടങ്ങിയതും അത് പുരോഗമിച്ചതും. വളരെ പോസിറ്റീവായിട്ടുള്ള നോട്ടോട് കൂടി തന്നെയാണ് ഈ ഒരു മീറ്റിംഗ് അവസാനിച്ചത്. ശരിക്കും ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ലക്സംബർഗിൻ്റെ ഒരു മീറ്റിംഗ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യക്കുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഒരു മൈനോറിറ്റി കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് ഈ ബംഗ്ലാദേശികൾ. അവരെ ഇങ്ങനെ മൈനോറിറ്റികളെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന ഒരു രീതിയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഡെയിലി കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇമാതിരിപ്പെട്ട വാർത്തകളാണ് ബംഗ്ലാദേശിന് ഉള്ളിൽ നിന്ന് വരുന്നത്. മിഥുൻ സർക്കാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെയാണ് ഇപ്പം ബംഗ്ലാദേശിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ വാർത്തകളോടെ ഉണ്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.